ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു PMA ടോക്സ്. ഇന്ന് ചില സയൻറ്റിഫിക് മെത്തേഡ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എന്നാലും നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ആദ്യം പരിചയപ്പെടുത്താം. വിനെഗർ അഥവാ സുർക്ക, ചില നാടുകളിൽ ഇതിന് വിനാഗിരി എന്ന് പറയും. രണ്ടാമത് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. പിന്നെ ഇത്തിരി വെള്ളം. ഇത് നമ്മുടെ പരിപ്പ്, സാമ്പാർ പരിപ്പല്ല, പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുപയർ പരിപ്പാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യമായി സുർക്ക എടുത്ത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. പിന്നീട് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇടുന്നു. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഇതിനകത്തേക്ക് ഇടുന്നിട്ട് നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ബലൂൺ എക്സ്പെരിമെൻ്റ് ആണ്. അതിന് വേണ്ടി 2 ബലൂൺ എടുക്കുക, പിന്നെ ഒരു ലൈറ്റർ എടുക്കുക. ഒരു ബലൂണിനകത്ത് നമ്മൾ എയർ നിറക്കുകയാണ്. ഓക്കെ, എയർ നിറച്ച ബലൂണിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ലൈറ്റർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അത് പൊട്ടിപ്പോയി. നെക്സ്റ്റ് നമ്മൾ അടുത്ത ബലൂൺ എടുത്തിട്ട് വെള്ളം നിറക്കുക എന്നുള്ളതാണ്. അടുത്തതായി നമ്മൾ വെള്ളം നിറച്ച ബലൂണ് നേരത്തെ കൊടുത്ത പോലെ ലൈറ്റർ കത്തിക്കുകയാണ്. ബലൂൺ പൊട്ടുന്നില്ല, കണ്ടോ? തീ കത്തിയിട്ടും ബലൂൺ പൊട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായി കേസ് നമ്മൾ ഓയിലും വെള്ളവും തമ്മിലുള്ള ഒരു വിപരീത റിലേഷൻസാണ്, ഓപ്പോസിറ്റ് റിലേഷനാണ് കാണാൻ പോകുന്നത്. അതിനായി വേണ്ടത് വാട്ടർ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ നിറയെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗൈസ്, അടുത്ത ഗ്ലാസ്സിൽ നമ്മൾ ഓയിൽ നിറയെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ പേപ്പർ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, പേപ്പർ വീഴുന്നില്ല. ഇനി നേരെ ഈ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഓയിൽ ഗ്ലാസിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ മെല്ലെ ഓയിൽ മുകളിലേക്ക് കയറി. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ തിര തിരിച്ച് പിടിക്കുകയാണെങ്കിൽ
സംഭവിച്ച് മാറ്റം കണ്ടില്ലേ? ഓയിൽ എപ്പോഴും മുകളിലാണ് നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് പേപ്പർ ബോട്ടാണ്. അതിന് വേണ്ട മെറ്റീരിയൽസ് പേപ്പർ, കത്രിക, ഷാമ്പു, പിന്നെ ഒരു സിറിഞ്ച്. പിന്നെ വേണ്ടത് നമ്മളെ ബോട്ട് ഓടിപ്പോകാൻ വേണ്ട ഒരു ട്രേ എടുക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായി ബോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷാമ്പു കട്ട് ചെയ്യുക. ഷാമ്പു കട്ട് ചെയ്തൊരു പാത്രത്തിൽ വെച്ചാൽ നമുക്ക് സിറിഞ്ചിൽ എടുക്കാൻ വളരെ എളുപ്പമാവും എന്നുള്ളതാണ്. ഓക്കെ, സിറിഞ്ചിൽ എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ട്രേയിലകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ പേപ്പർ ഇതിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഷാമ്പു ഇതിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ബോട്ട് യാത്ര തുടങ്ങി. വാവ്, നൈസ് 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 ഗെയിം. പരീക്ഷണം വിജയകരമായി ഇട്ടിട്ടുണ്ട്. വളരെ അത്ഭുതകരമായി തന്നെ. ജസ്റ്റ് ഇവിടെ ഓക്കെ, നൈസ്, വാവ്, നൈസ് നൈസ് നൈസ്. ഓക്കെ, ഹലോ ഗൈസ്, അടുത്ത് നമുക്ക് തൂവാല വെള്ളത്തിൽ മുക്കിയാലും നനയാത്ത ഒരു ഐറ്റം പരീക്ഷണമാണ്. വളരെ സിമ്പിളായിട്ടുള്ള പരീക്ഷണമാണ് വേണ്ടത്. നമുക്കൊരു ഉണങ്ങിയ തൂവാല എടുക്കുക, പിന്നെ ഒരു ഗ്ലാസ്, ഉണങ്ങിയൊരു ഗ്ലാസ് എടുക്കണം. അതൊരു ഗ്ലാസ് നനയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, ഗ്ലാസിൻ്റെ ഉൾവശം. അതുപോലെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് തൂവാല ഈ ഗ്ലാസ്സിനകത്തേക്ക് നന്നായിട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഗ്യാപ്പ് വരാണ്ട് ശ്രദ്ധിക്കണം. അതിനകത്തേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഗ്യാപ്പ് വരാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് ഈ തൂവാല ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം മാക്സിമം നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ബക്കറ്റിനകത്ത് ഗ്ലാസ്സിനെ മുക്കി വെക്കുക. ഓക്കെ ഗൈസ്, ഇപ്പോൾ ബക്കറ്റിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ഗ്ലാസ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും കാണാവുന്നതാണ്. വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിനെ പൊക്കിയെടുക്കുക. ഗ്ലാസ്സിനെ പൊക്കിയെടുത്തിട്ട് നമ്മൾ തൂവാലെടുത്ത് നോക്കാം, നനഞ്ഞോ ഇല്ലേ നോക്കാം. ഗ്യാസ് തൂവാല നനഞ്ഞിട്ടില്ല. തൂവാല ഒരു തുള്ളി പോലും നനഞ്ഞില്ല. ഗ്യാസ് മനസ്സിലാവുന്നില്ലേ? ഇനി ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഇത് നനഞ്ഞത് തന്നെയാണോ, നനഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള. വീഡിയോ ചിലപ്പോൾ ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കാം, അതുകൊണ്ട് ചിലർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ തൂവാല നേരെ വണ്ണം വെള്ളത്തിൽ മുക്കി നോക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും നനഞ്ഞു. അതിൻ്റെ കളർ മാറ്റം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ ഗേസ്, താങ്ക് യു. ഗേസ്, അടുത്തതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് ഞാനൊരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ക്രോസിൽ ലൈൻസൊക്കെ വിവിധ കളറുകളിൽ ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുൻഭാഗത്ത് ഒരു പ്ലെയിൻ ഗ്ലാസ് വെക്കുക. ഗേസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിനകത്ത് കൂടി നോക്കുകയാണെങ്കിൽ ആ ലൈൻസ് നമ്മൾ വരച്ച അതേപോലെയാണ് കാണിക്കുക. നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ ലൈൻസ് കർവ് ആവുന്നത് ശ്രദ്ധിക്കുക.
ഓക്കെ, അതിലെ വ്യത്യാസങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ വശങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും ആ ഒരു ഭംഗി നമുക്ക് ദർശിക്കാൻ കഴിയും. ഇനിയാണ് അടുത്ത് നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് തെർമോക്കോളിൽ ഉറ്റിക്കുന്ന സമയത്ത് എന്താണ് തെർമോക്കോളിന് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് കാണിക്കാനുള്ളത്. അതിന് വേണ്ടത് തെർമോക്കോൾ വേണം, അതുപോലെ പോലെ ഫ്ലെക്സ് ക്വിക്ക് വേണം, പിന്നെ ബ്ലേഡോ നൈഫോ എന്താ വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തെർമോക്കോൾ കട്ട് ചെയ്യാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ നല്ലത് നൈഫാണ്. ഇത് ബ്ലേഡ് ആകുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. ഹായ്, ഇതിനിടയ്ക്ക് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാവുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം, ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ആദ്യം എത്തുവാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗേസ്, ഇനി നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇവിടെ കാണുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദോരം വീണ് മാത്രമല്ല മുറിഞ്ഞു പോയിട്ടുമുണ്ട്. ഇതിനകത്തും ദോരം വീണിട്ടുണ്ട്, ഇതിനകത്തും ദോരം വീണിട്ടുണ്ട്. അങ്ങനെ എല്ലാ തെർമോക്കോളിനകത്തും ദോരം വീണതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹലോ ഗേസ്, ഇനി അടുത്ത് നമ്മൾ കോഴിമുട്ട കൊണ്ടുള്ളൊരു പരീക്ഷണമാണ്. അതിന് വേണ്ടത് ഒരു ഗ്ലാസ് വാട്ടറും ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളമാണ്. ഉപ്പ് കലക്കിയ വെള്ളം. സാൾട്ട് കലക്കിയ വെള്ളത്തിനകത്ത് കോഴിമുട്ട പൊങ്ങി നിൽക്കുമോ ഇല്ലേ എന്നാണ് നമ്മൾ പരീക്ഷണം. സാധാരണയായിട്ടുള്ള പച്ചവെള്ളത്തിലേക്ക് ഞാൻ കോഴിമുട്ട ഇടുന്നുണ്ട്. ഗേസ്, കോഴിമുട്ട താഴ്ന്നു പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു മുട്ട എടുത്തിട്ട് ഉപ്പ് കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം. ഉപ്പ് കലക്കിയ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇതിനകത്ത് കോഴിമുട്ട താഴ്ന്നു പോകില്ല എന്നത്. ഒന്നിൽ താഴ്ന്നു പോയിട്ടുണ്ട്, ഒന്നിൽ താഴ്ന്നു പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് മെത്തേഡ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചിലത് റെഡിയായി, ചിലത് പാളിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് കണ്ടിട്ട് അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ എന്തെല്ലാം അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ എന്തെങ്കിലും നല്ല വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനി അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ്.